ചെരുപ്പ് നോക്കാം, അഴിക്കേണ്ടി വരും തോന്നുന്നു. ഇത് ആരും തന്നെ എത്തിച്ചേരുന്നില്ലാത്ത ഒരു പ്രത്യേകതരം ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ബത്തേരിയിൽ നിന്നും കുളകപ്പാറ വഴി അമ്പലവയലിനോട് അടുത്ത് ചേരുന്ന കടുവാക്കുഴി. കടുവാക്കുഴി പറയുമ്പോൾ സിനിമ സ്റ്റൈലിലൊരു പേരൊക്കെയാണ്, പക്ഷെ അതിൻ്റെ ഒരു ഭീകരത നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. സംഭവം ടാസ്ക് ആയിരുന്നു. മലകൾ കയറി കുന്നുകൾ കയറി വരുന്നതിനെക്കാട്ടിയും ഒരു ആ പേര് വരാൻ എന്താ മിസ്മിനെ എന്തായിരുന്നു ആ പേര് വന്നേ? നമ്മുടെ ഈ പണ്ട് ഇവിടെ കടുവകൾ പ്രസവിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഇതിന് കടുവാക്കുഴി എന്ന് പേര് വന്നേക്കുന്നത്. ശരിക്കും ഇതൊരു കടുവകൾക്ക് മാത്രം എത്താൻ പറ്റുന്നൊരു കുഴി തന്നെയാണെന്ന് തോന്നുന്നു. നമുക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അത് കണ്ടില്ലേ, അവരവിടെ എത്തി നിൽക്കുന്നുണ്ട്. മെസ്മിനാണ് ഇവിടുത്തെ നമ്മുടെ വഴികാട്ടി. അമ്പലവയൽ സ്വദേശിയാണ് മെസ്മിൻ. ഞങ്ങളിവിടെ പാലക്കാട് നിന്നൊക്കെ വന്നിട്ട് നമുക്കിവിടെ നിന്ന് പാലക്കാട് നിന്ന് കണ്ടുവരുന്ന ഈ കുഴികളൊക്കെ ഇതിലൊക്കെ പണ്ടുണ്ടായിരുന്നതാണ് തോന്നുന്നു. കടുവ പ്രസവിച്ചത് അവിടെ നിന്നാണെന്ന് പറയുന്നത്. 4 കുട്ടികളിലേക്ക് മെസ്മിൻ കണ്ടിട്ടിരുന്നാണ് പറയുന്നത്. ഇപ്പോൾ കടുവയില്ല, സിംഹങ്ങളൊക്കെ വരാറുണ്ട് എന്നൊക്കെ കേട്ടെ. വയനാടിനെ കുറിച്ച് നമ്മൾക്ക് പ്രത്യേകിച്ച് കടുവനെ കുറിച്ച് പറയണ്ടല്ലോ. അടുത്തടുത്തായി കടുവകൾ കാണുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കടുവ കാണുമെന്ന് അറിയില്ല. ഭയങ്കര ഭീകരമായ ഗുഹയാണ്, സിനിമാറ്റിക് യൂണിവേഴ്സിറ്റി പോലെ. ഷിനി സാറൊക്കെ ഫ്രണ്ടിൽ നടന്നു പോയി. എങ്ങനെ പോയി ഈ വഴിയൊക്കെ? ഞാനിനി എങ്ങനെ നടന്നു വരും? ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഇവിടെ നടക്കാൻ പറ്റുമെന്നറിയില്ല. അവിടെ എത്തി. അയ്യോ, ഞങ്ങൾ ഇവിടുത്തെ ഡിസ്കവറി ചാനലിൽ കൂടെ പോകുന്നേ തോന്നുന്നു. ആ അതെ, ഇത് ഡിസ്കവറി ചാനൽ പോലെയുണ്ട്. നോക്കൂ, ഡിസ്കവറി ചാനൽ. നമ്മൾ സുഭാഷിനെക്കാട്ടിയും ആഴത്തിലേക്ക് പോയി. പണ്ട് നിങ്ങൾ സുഭാഷിൻ്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ, കൊടൈക്കനാൽ. ഇതല്ല, അതിലും അപ്പുറം. കാണുന്നുണ്ടോ? ഫ്ലാഷ് അടിക്കേണ്ടി വരുന്ന അവസ്ഥയായി. ഫുള്ള് ഇരുട്ടാ. അയ്യോ, ഫുള്ള് ഇരുട്ടാ. നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് നടന്നു പോകാൻ. അതെ നോക്കണം. ഇപ്പം സ്ലിപ്പായി. എന്താണത്? കടുവാക്കുഴി. ഇതാ കടുവനെ കാണുന്നുണ്ടോ? ഞങ്ങൾക്കും കാണാൻ പറ്റുന്നില്ല. ഉണ്ടെന്നൊക്കെ പറയുന്നേ. ഉള്ളിലെത്തി. കൽക്കരി കനി പോലെയുണ്ട്. ഇതാ ഷിനിസാർ എന്താ പറയാനുള്ളത്? ഷിനിസാറിനെ എങ്ങനെ ഫീൽ ചെയ്യുന്നേ? ആ ഉണ്ട്. ഇവിടെ എവിടെയും കൊണ്ടാ ഗുഹയെ പോലെയാണല്ലോ. ഇതിന് എവിടെയും നമ്മളൊക്കെ പെട്ടെന്ന് കണ്ട ഒരു ഗ്യാപ്പേ ഇല്ലല്ലോ. ഇനിയും ഗ്യാപ്പാ. പോവുകയാണെങ്കിൽ പോയിക്കൊണ്ടേയിരിക്കും. ഏതോ കുഴി. ഫുള്ള് ഇരുട്ടായി. ഓക്സിജനൊക്കെ കിട്ടണോണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നു. മഴയൊന്നും കൊണ്ടാ ഒന്നും തട്ടില്ല അല്ലേ? ഇവിടെ ഒരു വീടായി താമസിക്കുക അല്ലേ? അപ്പൊ രസമായിരിക്കുമല്ലോ അല്ലേ? ഫുള്ള് ഹരിതാപകമായ സമയമായിരിക്കും. ഇതിപ്പോൾ വേനലായത് കൊണ്ടാണ്, വേനൽ തുടക്കമായത് കൊണ്ടാണ് നമുക്കിങ്ങനെ കാണാൻ പറ്റാത്തത്. എല്ലാവരും എത്തി ഇവിടെ. സംഭവം അവിടെ ഇരുട്ടത്തൊന്നും കാണില്ല അല്ലേ? മെസ്സിന് ഒന്ന് ലൈറ്റ് അടിച്ചേ. ഓ, അവിടെ ഇങ്ങനെ അടിച്ചാൽ മതി. വെളിച്ചത്തേ ഒന്നും കാണുന്നില്ല. അല്ല ബാക്കിൽ നിന്ന് ഫ്രണ്ട് എടുക്കുമ്പോഴേ കാണുന്നില്ല. ഫ്രണ്ടിൽ സെൽഫി ഇല്ലല്ലോ. എന്താ ഷിനി സാറ് ഞങ്ങൾ കണ്ട ടോർച്ച് അടിച്ചിട്ട് വേണം ഞങ്ങളുടെ മുഖം കാണാം. അത്രയ്ക്ക് ഇരുട്ടാ ഗുഹൻ്റെ ഉള്ളിൽ. സമയം 6 മണിയാകുന്നുള്ളൂ അല്ലേ? 6 മണിയാകുന്നുള്ളൂ. മിസ്മിൻ്റെ നമ്മളെ ഒരു നിരീക്ഷണത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഭയങ്കര സംഭവം. സ്ഥലം സൂപ്പറാണ്. അയ്യോ, കടുവാക്കുഴി. പണ്ടത്തെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? ബിനു, ബാബു. മലകളൊക്കെ. ഇതിങ്ങനെ ആരും വരുന്നില്ല അല്ലേ? ആരും അറിയപ്പെടാത്ത. ചീകേരി മലേൻ്റെ അടുത്താണ്, പക്ഷെ ഇത് ആരും ഇതുവരെ സ്പോട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ? അധികം തന്നെ ഫേമസ് ആകാത്ത സ്ഥലം. ഇനിയിപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ആയിട്ട് തോന്നും ഫേമസ് ആകാൻ തോന്നുന്നു അല്ലേ? ഇതുവരെ ആരെയും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു സ്ഥലം? മലകേരി അവിടെ എത്തി. ഫുള്ള് നമ്മളെ സുഭാഷിനെക്കാട്ടിയും വലിയൊരു ഗുഹയിലാണ് നമ്മൾ പെട്ടി കിടക്കുന്നത്. ഇതിപ്പോൾ മഞ്ഞുമലിൻ്റെ അവസ്ഥയായി. നമ്മൾ ഫുള്ള് എങ്ങോട്ട് നോക്കിയാലും ഗുഹയാണ്. പാറക്കെട്ട് മാത്രമാണോ ഉള്ളൂ. ഇടയത്തൊരു ഹോള് കാണുന്നുണ്ട്. ആ ഹോളിൽ കൂടെ പിടിച്ച് കയറേണ്ടി വരുന്നു. അതെ സീന് സ്ഥലമാണെന്നാ പറയുന്നത്. ഭൂമി പിളർന്നപ്പോ അല്ലേ?
അങ്ങനെയാണെന്ന് പറഞ്ഞത്. ഭൂമി പിളർന്നപ്പോൾ സെറ്റായ സംഭവമാണ് അത്. അതിരിക്കാൻ പറ്റില്ല. എടുത്ത് വെച്ച പോലെ ഉണ്ട്, ഇല്ല അടച്ചു വെച്ച പോലെ ഉണ്ട് ഇതില്. അതാ അവിടത്തെ ഇവിടത്തെ ഒക്കെ ഇങ്ങനെ കിടന്ന് കിടക്കുന്നുണ്ട്. ഓ ഇനി കടുവയിലേക്ക് വേണമെങ്കിൽ പ്രസവിക്കാണെങ്കിൽ ഇവിടെ കൊണ്ടിടാം അല്ലേ? പണ്ട് പ്രസവിച്ച കടുവയൊക്കെ ഉള്ളതുകൊണ്ടേ അവർക്കൊക്കെ അറിയുണ്ടാവും. ടാസ്ക് ആണല്ലേ. അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇനി സ്ഥലം വരെയായിരിക്കും എല്ലാവർക്കും ഒരു ബായ് അല്ലേ? പിന്നെ കാണാൻ സെൽഫി ഇല്ലേ? ഞാനൊന്ന് ഇട്ടിട്ടുണ്ട്. നോക്കിട്ടെത്താം. മഴക്കാലത്ത് ഒന്നും കൂടി സീനായി. കാറ്റ് കുറവ് സൂര്യൻ അടുത്ത താഴത്തെത്തിയിട്ട് അതിൻ്റെ നല്ലൊരിപ്പം മുട്ടും.